ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്കധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് മിസ്സായിപ്പോയി, ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, അത് വിട്ടുപോകരുത്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന. 1/4 പാലാണ് 1.5 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും ഒരു തേങ്ങയുടെ. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടെ പിന്നീട് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കുന്നു അത്രയും നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു നുള്ളി ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നേരത്തെ മുട്ടയുടെ കൂടെയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 1-2 ഡ്രോപ്സ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ പാലൊക്കെ ഇല്ലേ അതിനേക്കാളൊക്കെ ഒരു ഇച്ചിരിയും കൂടെ തിക്നെസ് ആക്കി എടുത്താൽ മതി. ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും പാത്രം എടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം നമ്മുടെ ആ ഒരു തേങ്ങാപ്പാൽ മിശ്രിതം 2 തവി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം 2 തവി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കുക. കുറച്ച് നേരം, ഒരു മിനിറ്റും വേണ്ട കേട്ടോ, അത്രേ വേവിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ 1 മിനിറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണൊക്കെ നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മുട്ട മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് കവറാകുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും കവറാകുന്ന രീതിയിലൊന്ന് ആ ഒരു മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മിനിറ്റും ആകണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. വെന്ത് കിട്ടണമെന്നില്ല കേട്ടോ, ആ മുകൾ ഭാഗം ഡ്രൈ ആയാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ ഒരു ലെയർ മിക്സായി പോകും. ഇനി ഇതിലോട്ട് നേരത്തെ ചെയ്ത പോലെ 2 തവി ആ ഒരു തേങ്ങാപ്പാൽ മിശ്രിതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വേവിക്കുക. ഇതുപോലെ നമ്മൾ മാവ് നമ്മുടെ ഈ ഒരു ബാറ്റർ തീരുന്നവരെ ചെയ്യുക. അവസാനത്തെ ലെയർ നമ്മുടെ തേങ്ങാ മിശ്രിതമായിരിക്കണം കേട്ടോ. മുകളിലത്തെ ഏറ്റവും ടോപ്പിൽ വരുന്നത് തേങ്ങാ മിശ്രിതം ചേർത്ത ആ ഒരു ലെയർ ആയിരിക്കണം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ലെയർ ഒഴിച്ച ശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പിക്ക് കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു ലെയറും അതുപോലെ വേവും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതിപ്പോൾ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ചൂടാറിയിട്ടില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, അത് പൊടിഞ്ഞു പോകും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുമെന്ന രീതിയിലുള്ള അത്രയും സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിനാണെങ്കിലും പെരുന്നാളിനാണെങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്